നമസ്തേ. സനാതനധർമ്മമാർഗത്തിലെ ഹിന്ദുധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ച നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ 132 ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുണ്ടകോപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 3-ാം മുണ്ടകം 2-ാം ഖണ്ഡമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ഒരു ഖണ്ഡത്തില്, ഇപ്പോൾ കഴിഞ്ഞ ഖണ്ഡത്തില് മോക്ഷവുമായി ബന്ധപ്പെട്ട, ആത്മസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞതെങ്കിൽ, ഈ ഖണ്ഡത്തില് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണെങ്കിലും ഭാരതത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ചിന്ത എന്ന് പറയുന്ന പുനർജന്മം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ ഈ ഉപനിഷത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തിലൂടെ പുനർജന്മമുണ്ട് എന്നുള്ളത് ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഭാരതീയ ആധ്യാത്മിക ചിന്തയുടെ പ്രസക്തമായ ഒരു ഭാഗമാണ്. അത്തരത്തിൽ പുനർജന്മത്തിന്റെ സാധുതയെക്കുറിച്ച് അല്ലെങ്കിൽ പുനർജന്മം ഉണ്ട് എന്നതിന് ഈ ഉപനിഷത്തിലെ ചിന്തകൾ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. വിശിഷ്യ 3-ാം ഖണ്ഡത്തിലെ പല മന്ത്രങ്ങളും പുനർജന്മത്തെ സാധൂകരിക്കാൻ പോകുന്നതാണ് എന്നുള്ളതാണ് ഈ ഭാഗത്തിന്റെ വളരെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ 3-ാം മുണ്ടകം 2-ാം ഖണ്ഡത്തില് അതിലെ 1-ാം മന്ത്രത്തില് ഒന്നാം മന്ത്രത്തിൽ തന്നെ അതിന്റെ സൂചനകളുണ്ട്. 1-ാം മന്ത്രത്തിന്റെ ഒരു താല്പര്യം, ഏതൊന്നിലാണോ ഈ വിശ്വം സ്ഥിതി ചെയ്യുന്നത്, ഏതൊന്നാണോ പരിശുദ്ധമായി ശോഭിക്കുന്നത്, ആ ശ്രേഷ്ഠമായ സ്ഥാനമായ ബ്രഹ്മത്തെ അവൻ അറിയുന്നു. യാതൊന്നും ആഗ്രഹിക്കാത്തവരായി ആ ബ്രഹ്മത്തെ സേവിക്കുന്നവരാരാണോ ആ വിവേകികൾ മനുഷ്യജന്മത്തെ അതിക്രമിക്കുന്നു. അപ്പോൾ ബ്രഹ്മത്തെ അറിയുന്നവൻ മനുഷ്യജന്മത്തെ അതിക്രമിക്കുന്നു. അവിടെ അതിക്രമിക്കുക എന്നുള്ള ചിന്ത കൊണ്ട് വീണ്ടും ഒരു ജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു എന്ന താല്പര്യമാണ് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആ ഖണ്ഡത്തിൽ പറഞ്ഞ ആത്മജ്ഞാനം, ആ ആത്മജ്ഞാനത്തിലൂടെ ചിത്തശുദ്ധി നേടുക, ആ ചിത്തശുദ്ധി വഴി പരമമായ ഈശ്വരനെ അറിയുക, ആ ഈശ്വരനെ അറിയുന്നത് വഴി മനുഷ്യജന്മം ഈശ്വരീയമായ തലത്തോളം ഉയരുകയും പുനർജന്മമില്ലാത്ത ഒരവസ്ഥ, അതായത് മോക്ഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. 2-ാം മന്ത്രത്തിൽ പറയുന്നത്, ഏതൊരുവനാണോ എപ്പോഴും ഇഷ്ടവിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലൗകികതയെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ ആ ആഗ്രഹത്തോടുകൂടി വീണ്ടും ജനിക്കുന്നു എന്നുള്ളതാണ്. സകല ആഗ്രഹങ്ങളും നശിച്ച് ആത്മസ്വരൂപം അറിഞ്ഞവന്റെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ തന്നെ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ആത്മസ്വരൂപത്തെ അറിയുന്നവന് പുനർജന്മമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ഈ ജന്മത്തിൽ തന്നെ മോക്ഷപ്രാപ്തി ഉണ്ടാവുകയും, അതായത് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുകയും ചെയ്യുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് ധ്വന്യാത്മകമായി പറയുന്നത്, അല്ലെങ്കിൽ ഈ മന്ത്രത്തിന്റെ ധ്വനി എന്ന് പറയുന്നത്, മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അതായത് മുമുക്ഷുവായിട്ടുള്ള ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് കാമത്യാഗമാണ് എന്നാണ്. കാമങ്ങൾ കർമ്മങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. കർമ്മങ്ങളും കർമ്മഫലങ്ങളുമാണ് പുനർജന്മത്തിന് കാരണമായി തീരുന്നത്. ഏതൊരാഗ്രഹത്തോടു കൂടിയാണോ നാം ഈ ശരീരം ഉപേക്ഷിക്കുന്നത്,
ആ ആഗ്രഹസിദ്ധിക്ക് അനുകൂലമായ പരിതസ്ഥിതിയിലാണ് നാം വീണ്ടും ജനിക്കുന്നത്. ഇത് ഈ രണ്ടാം മന്ത്രത്തിൽ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ കർമ്മമില്ലാത്ത ഒരവസ്ഥയിൽ എത്തുക. കർമ്മം ചെയ്യുന്നത് കാമപൂർത്തിക്ക് വേണ്ടിയിട്ടാണ്. കാമം എന്ന് പറയുമ്പോൾ ഇവിടെ ആഗ്രഹം എടുക്കുക, മറ്റൊരു തലത്തിലേക്കല്ല. ഏതു തരത്തിലുള്ള ആഗ്രഹങ്ങളും അത് ലൗകികമായ ചിന്തയിലുള്ള ഏതാഗ്രഹങ്ങളും ഡയറക്റ്റ് അല്ലെങ്കിൽ നേരെ കാമത്തിന് അർത്ഥമെടുക്കേണ്ട ആഗ്രഹങ്ങൾ എന്നെടുക്കുക. ആ ആഗ്രഹം ഏതാഗ്രഹവുമാവാം, അങ്ങനെ ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ഏതൊരു ആഗ്രഹത്തോടു കൂടിയാണോ, അതായത് മരണകാലത്ത് ഏതൊരു ചിന്തയോടു കൂടിയാണോ നാം മരിക്കുന്നത്, ആ ചിന്തയ്ക്ക് അനുരൂപമായ തരത്തിലുള്ള ഒരു പുനർജന്മം ലഭിക്കുന്നുവെന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ കർമ്മങ്ങളില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, അതാണ് ആദ്യം വേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കർമ്മങ്ങളില്ലാതിരിക്കണമെങ്കിൽ ആഗ്രഹങ്ങളില്ലാതിരിക്കണം. കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ കർമ്മങ്ങൾ ഇല്ലാതാകണമെങ്കിൽ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഇല്ലാത്ത ഒരവസ്ഥയെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. അപ്പൊ ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥയിൽ കർമ്മമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ആ കർമ്മമില്ലാത്ത അവസ്ഥ മോക്ഷത്തിന് കാരണമാകുന്നു. ഇവിടെ കാമ ചിന്തകളാണ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ് പുനർജന്മത്തിന് ഹേതുവാകുന്നത് എന്ന് പറഞ്ഞു. ഒരു വ്യക്തി മരണാസന്നനായി കിടക്കുന്നു, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന സമയത്ത് അയാളുടെ മനസ്സിലെ ചിന്ത എന്താണോ അതിനനുസരിച്ചുള്ള അടുത്ത ഒരു ജന്മം അല്ലെങ്കിൽ പുനർജന്മം ലഭിക്കുന്നു എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തില് ജനന മരണരൂപമായ ഈ സംസാരത്തിന് കാരണമായി നിൽക്കുന്നത് കാമങ്ങളാണ് എന്ന് താല്പര്യം. ആ കാമങ്ങളെ നിയന്ത്രിക്കുക. കാമങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിലോ അവിദ്യ നശിക്കണം. അവിദ്യ നശിക്കണമെങ്കിൽ ആത്മജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാകണം. ആ ജ്ഞാനം കൊണ്ട് അവിദ്യ നശിച്ച് ആത്മസാക്ഷാത്കാരം സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചിട്ടുള്ള ഒരുവന്, അങ്ങനെ സാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അയാളെ സംബന്ധിച്ച് തന്നിൽ നിന്ന് അന്യമായി ഒന്നും കാണാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ താൻ തന്നെയാണ് എല്ലാം എന്നുള്ള ഒരു ചിന്ത അയാളിൽ ഉണ്ടാകുന്നു, ആത്മജ്ഞാനം നേടിയ വ്യക്തിക്ക്. ആ ചിന്തയുണ്ടാകുമ്പോൾ അയാൾക്ക് കാമങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം എല്ലാം താൻ തന്നെയാണ്. അപ്പൊ തനിക്ക് പിന്നെന്തിനാണ് മറ്റൊരു ആഗ്രഹം? താൻ തന്നെയാണ് ആ ആഗ്രഹം എന്ന് പറയുന്ന അതിലും ഉള്ളത് താൻ തന്നെയാണ്. അപ്പൊ എവിടെയും തന്നെ ദർശിക്കുന്ന വ്യക്തി, ആത്മജ്ഞാനിയായ ഒരു വ്യക്തിക്ക് ആഗ്രഹങ്ങൾ ഇല്ലാതെയാകുന്നു. ആഗ്രഹങ്ങൾ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ മനോനിയന്ത്രണമുള്ള വ്യക്തിക്ക് മാത്രമേ ആഗ്രഹങ്ങളെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അത്തരത്തിൽ മനോനിയന്ത്രണം നേടിയിട്ടുള്ള വ്യക്തി, ആത്മജ്ഞാനം നേടിയിട്ടുള്ള വ്യക്തി മോക്ഷത്തിന് പാത്രീഭൂതനാകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ കർമ്മഹേതുക്കളായ കാമങ്ങളെല്ലാം നശിക്കുന്നതിനാൽ മുക്തനായി തീരുന്നു എന്ന് താല്പര്യം. അപ്പൊ ശരീരാവസ്ഥയിൽ ഇരിക്കുമ്പോഴും ആഗ്രഹങ്ങളില്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ മുക്തി ഉണ്ടാകുന്നു. അതായത് അങ്ങനെയുള്ള വ്യക്തിക്ക് അടുത്തൊരു ജന്മം സ്വീകരിക്കേണ്ടി വരികയില്ല എന്ന് താല്പര്യം. അപ്പൊ ഇത്തരത്തിൽ അകാമാവസ്ഥയാണ് മനുഷ്യജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, സദാ കാമകാഞ്ചനങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടുന്നവരും ഒരിക്കലും ഈശ്വരനെ പറ്റി ചിന്തിക്കാത്തവരും ബദ്ധജീവന്മാരാകുന്നു. അവരെ കൊണ്ട് മഹത്തായ ഒരു കാര്യങ്ങളും സാധിക്കുകയില്ല. അപ്പൊ ബദ്ധജീവന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? സദാസമയം കാമകാഞ്ചനങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ആളുകൾ, ഒരിക്കലും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ബദ്ധജീവന്മാരായിട്ടാണ് പറയുന്നത്. അപ്പൊ അവരെ കൊണ്ട് മഹത്തായ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അതിന് ഉദാഹരണം പറയുന്നത് കാക്ക കൊത്തിയ മാമ്പഴം പോലെ എന്നാണ്.
അപ്പൊ കാക്കുകൊത്തിയ മാമ്പഴത്തിന്റെ പ്രത്യേകത എന്താ? അത് ആ മാമ്പഴം അമ്പലത്തിൽ നിവേദിക്കാൻ സാധ്യമല്ല, നമുക്ക് തിന്നുവാനും സാധ്യമല്ല. ബദ്ധജീവന്മാർ, സംസാര ജീവന്മാർ എന്നിവർ പട്ടുനൂൽ പുഴുക്കളെ പോലെ വേണമെന്ന് വെച്ചാൽ കൂട് പൊട്ടിച്ച് പുറത്ത് വരാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണോ പട്ടുനൂൽ പുഴു അതിന്റെ കൂട് പൊട്ടിച്ച് പുറത്തു വരുന്നത്, അതുപോലെയാണ് ഈ പറയുന്ന മോക്ഷാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ബദ്ധജീവന്മാരും സംസാര ജീവന്മാരും പട്ടുനൂൽ പുഴുക്കളെ പോലെയാണ് എന്ന് പറയുന്നു. വേണമെന്ന് വെച്ചാൽ ആ പട്ടുനൂൽ പുഴു എങ്ങനെയാണോ കൂട്ടിലിരിക്കുന്നത് അതിന്റെ കൂട് പൊട്ടിച്ച് പുറത്തു വരാൻ സാധിക്കുന്നത്, അതുപോലെ എല്ലാ ജ്ഞാനാന്വേഷികൾക്കും അത്തരത്തിൽ ഒരു കൂട് പൊട്ടിച്ച് വരൽ സാധ്യമാകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ എല്ലാവരും എന്താ ചെയ്യുക? തന്നെത്താൻ പണിതുണ്ടാക്കിയ കൂട് ഉപേക്ഷിച്ചിട്ട് പോകാൻ ആരും തയ്യാറാകുന്നില്ല. മോക്ഷത്തെ ആരും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ അന്വേഷണമില്ല. അവസാനം എന്താ ചെയ്യുക? ആ ആഗ്രഹത്തിന്റെ ഇടയിൽ കിടന്ന് നമ്മൾ ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. മുക്തജീവന്മാർ കാമകാഞ്ചനങ്ങളുടെ അധീനത്തിലല്ല. അവർ ചില പട്ടുനൂൽ പുഴുക്കളെ പോലെ അവർ പണിപ്പെട്ടുണ്ടാക്കിയ കൂട് പൊട്ടിച്ച് പുറത്തു പോകുന്നു. അത്തരത്തിൽ പുറത്തു പോകുന്ന ആളുകള് വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. അത്തരം ആളുകൾക്ക് മോക്ഷം ലഭിക്കുന്നു എന്നുള്ളതുമാണ്. പിന്നീട് പറയുന്നത്, ആത്മാവിനെ പ്രാപിക്കാനായിട്ട് വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിക്കുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് ഉപനിഷത്ത് പറയുന്നു. അപ്പൊ വേദശാസ്ത്രാദികൾ പഠിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് മോക്ഷം ലഭിക്കണമെന്നില്ല. പക്ഷെ മോക്ഷമാർഗത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും ഇവ പഠിക്കുന്നതിലൂടെ. മോക്ഷം ലഭിക്കണമെന്ന് നിർബന്ധമില്ല എന്നും വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉപനിഷത്ത് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ലഭിക്കപ്പെടാനും ഒന്നും കഴിയുന്നതല്ല ഇതെന്ന് പറയുന്നത്. മഹത്വപൂർണമായ ശാസ്ത്രാദികൾ കേട്ടതുകൊണ്ടും ഇത് ലഭിക്കുന്നില്ല. ഇപ്പൊ ശാസ്ത്രം പഠിച്ചത് കൊണ്ടോ ശാസ്ത്രം കേട്ടത് കൊണ്ടോ ആത്മസാക്ഷാത്കാരം ലഭിക്കണം എന്ന് നിർബന്ധമില്ല എന്നാണ് സൂചിപ്പിച്ചത്. ആത്മാവിനെ പ്രാപിക്കണമെന്ന ആഗ്രഹമുള്ള ഒരുവന് ആത്മാർത്ഥമായ ആ ആഗ്രഹത്തിലൂടെ അതിനെ ലഭിക്കുന്നതിന് സാധിക്കുന്നു. അങ്ങനെയുള്ളവന് ആ ആത്മാവ് തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ആത്മസാക്ഷാത്കാരം നേടണമെന്ന് താല്പര്യമുള്ള വ്യക്തികൾ ആത്മാന്വേഷികളാകണം. ആ ആത്മാന്വേഷണം ഏറ്റവും തീവ്രമായ തലത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ വ്യക്തിയുടെ മുൻപിൽ ആത്മാവ് തന്റെ സ്വരൂപത്തെ കാണിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ധ്വനി എന്ന് പറയുന്നത്, നിരവധി ഗ്രന്ഥങ്ങൾ പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടോ ധാരാളം വായിച്ച് ബുദ്ധിശക്തി വികസിപ്പിക്കുന്നത് കൊണ്ടോ ആത്മവിഷയങ്ങളാകുന്ന പ്രഭാഷണങ്ങൾ കേട്ടതുകൊണ്ടോ ഒന്നും ആത്മസാക്ഷാത്കാരം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതിനു വേണ്ടത് ആത്മാവിനെ കുറിച്ച് അറിയാനുള്ള തീവ്രമായ അഭിലാഷം ഉള്ളിലുണ്ടാക്കിയെടുക്കുക. ആ തീവ്രമായ അഭിലാഷം ഉള്ളിലുണ്ടാക്കിയെടുക്കുമ്പോൾ ആത്മാവ് സ്വയം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് സൂചിപ്പിക്കുന്നത്. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രാണൻ പിടയുന്ന ഒരവസ്ഥയുണ്ടാകണം. അത്തരമൊരു അവസ്ഥ മനസ്സിൽ ഉണ്ടാകുമ്പോൾ, ചുരുക്കത്തിൽ ആത്മസാക്ഷാത്കാരത്തിന് ജ്ഞാനതലത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ജ്ഞാനതലം എന്ന് പറയുമ്പോൾ കർമ്മരഹിതമായ അവസ്ഥയാണ്. ആ കർമ്മരഹിതമായ അവസ്ഥയിൽ, അല്ലെങ്കിൽ കർമ്മത്തിന്റെ ത്യാഗത്തിൽ മാത്രമേ
മോക്ഷം ലഭിക്കുകയുള്ളൂ. മറ്റൊന്നും തന്നെ മോക്ഷത്തിന് അനുകൂലമായ അവസ്ഥയല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊന്നുകൂടി പറയുന്നു, ഈ കർമ്മനാശത്തിനുമൊക്കെ തന്നെ കർമ്മനാശത്തിനും അതുവഴി ആത്മജ്ഞാനത്തിനും ഈശ്വര അനുഗ്രഹം ആവശ്യമാണ് എന്ന് ഈ ഭാഗത്ത് തീർത്തു പറയുന്നുണ്ട്. അപ്പൊ ഈശ്വരാനുഗ്രഹം കൂടി വേണം നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാകാൻ എന്നാണ് പറഞ്ഞു വന്നത്. ജീവിതത്തിൽ ഈശ്വര കൃപയ്ക്കുള്ള സ്ഥാനം എന്താണ് എന്ന് ഈ 3-ാം മന്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോ പുനർജന്മമില്ലാത്ത അവസ്ഥയാണ് മോക്ഷം. ആ പുനർജന്മം ഇല്ലാതെയാകാൻ കർമ്മത്തെ ത്യജിക്കുക എന്ന് പറയുമ്പോൾ ഒരു കർമ്മവും ചെയ്യാതിരിക്കുക എന്നുള്ള ആശയത്തിലല്ല. കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ അത് ഈശ്വര അർപ്പണമായി ചെയ്യുക, അതിൽ നിന്ന് ഫലത്തെ ഒഴിവാക്കി ചെയ്യുക. അത്തരം കർമ്മയോഗങ്ങളാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഹേതുവായി തീരുന്നത്. ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.